ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രിയങ്കയുടെ വയറ്റിലുള്ള കുഞ്ഞ് വരുണിന്റെ ആണെന്ന് സുകുമാരി ആവർത്തിച്ച് പറയുകയാണല്ലോ. നമ്മളത് നിഷേധിക്കുന്നതിന് ഒരു പരിധിയില്ലേ? അതുകൊണ്ട് കുടുംബം ഒന്നിച്ചെടുത്ത ഒരു തീരുമാനം അത് അംഗീകരിക്കാവുന്നതാണ്. തന്റെ മുമ്പിൽ ഞാൻ തോറ്റു, നമസ്കരിച്ചു. അല്ല ബെഞ്ചമിൻ, താനെങ്ങനെയോ ഇത് സാധിച്ചെടുത്തത്? ട്രേഡ് സീക്രട്ട് ആണ് ഗൗതം. എന്റെ പ്രൊഫഷനില് എനിക്ക് മറ്റുള്ളവരുടെ വിശ്വസ്തരാകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അത് ഡയറക്റ്റ് കൊല്ലാനുള്ളതായിരുന്നു. ഇത് അങ്ങനല്ലെന്ന് മാത്രം. തന്റെ അച്ഛനോട് പോയി പറഞ്ഞേക്കേ, അച്ഛൻ ആഗ്രഹിച്ചതുപോലെ ബെഞ്ചമിൻ കണിമംഗലത്തിനകത്ത് തന്നെ ഉണ്ടെന്ന്. ഓക്കെ, ഇനി എന്താ തന്റെ പരിപാടി? അല്ല, തന്റെ കഴിവുകൾ വെച്ച് കണിമംഗലത്തെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനാണോ? ഉള്ളിലൊരു സംശയത്തോടു കൂടിയാണ് ചോദ്യം, അല്ലേ? കണിമംഗലത്തെ കരിയാത്തൊരു പുൽനാമ്പ് പോലും കാണരുതെന്ന് തന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്കിതങ്ങോട്ട് മുറുക്കി പിടിക്കാം. ആദ്യം വരുണിന്റെ വിശ്വാസം, അത് കഴിഞ്ഞ് വരുണിന്റെ രഹസ്യങ്ങളുടെ കാവൽക്കാരൻ, അതിനപ്പുറത്ത് രഹസ്യങ്ങൾ വിൽക്കുന്നവൻ, എല്ലാത്തിനൊടുവിൽ വിശ്വസിച്ച് കൂടെ നിർത്തിയവന്റെ ചങ്കില് കാത്തി താഴ്ത്തുന്നു. മുന്നോട്ട് പോകാനുള്ള സ്റ്റെപ്സ് ആണ്. അപ്പോ രാധിക? കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ മാനേജർ എന്ന് പറഞ്ഞ വരുണിന്റെ പേഴ്സണൽ ജീവിതത്തിൽ വരെ സ്വാതന്ത്ര്യമുള്ള ആളാ. ആ സ്വാതന്ത്ര്യം പോരെ എനിക്ക് അവളെ തീർക്കാൻ. ഏതാണ് ആദ്യം? കണിമംഗലത്തിന്റെ നാശമാണോ അതോ രാധികയുടെ മരണമാണോ? പ്രയോറിറ്റി ഒക്കെ പിന്നെ തീരുമാനിക്കാം സാർ. എന്തായാലും നിന്ന് കളിക്കാൻ ഒരു ഗ്രൗണ്ട് ആയല്ലോ. വിചിത്രമാണല്ലേ സാർ? ഒരു ഭാഗത്ത് എന്നെ കണ്ടുപിടിക്കാൻ വരുണിന് വേണ്ടി ACB ശ്രമിക്കുന്നു, മറുഭാഗത്ത് വരുണിന്റെ വിശ്വസ്തനായി ഞാൻ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നു. ഈ ദൈവങ്ങളൊക്കെ ശരിക്കും വില്ലന്മാരാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വില്ലന്മാരെ നമ്മുടെ കൂടെ ദൈവം ഇത്രയ്ക്കങ്ങ് കടാക്ഷിച്ച് നിൽക്കുവോ? എന്താ ഗൗതം? ബെഞ്ചമിൻ, കുറെ കാലമായി ഞാൻ വന്ന് കണ്ടിട്ട് വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു ജീവിതത്തിൽ. ഇടയ്ക്കിടയ്ക്ക് ഒന്നും നേടാൻ പോകുന്നില്ല എന്നൊരു തോന്നൽ. പക്ഷെ ഇപ്പോ പഴയ ഊർജ്ജമൊക്കെ തിരിച്ചു കിട്ടിയതുപോലെ. അല്ലേ സർ? ചന്ദ്രശേഖര സാറിന്റെ പേരിൽ കൊലപാതക കുറ്റമല്ല, കൊലപാതക പ്രേരണ കുറ്റ. അതുകൊണ്ട് തന്നെ മേൽക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയാൽ അദ്ദേഹത്തിന് പുറത്തു വരാൻ ഒരുപക്ഷെ സാധിച്ചേക്കും. അതിനുള്ള ജഡ്ജ്മെന്റ് തുടങ്ങിയിട്ടില്ല ഗൗതം. ഉണ്ട് സർ. അച്ഛനും കൂടി ഒന്ന് പുറത്തിറങ്ങണം. എന്നിട്ട് 4 ഭാഗത്തുനിന്നും ഒരു ആക്രമണം. ബെഞ്ചമിന്റെ നേതൃത്വത്തിൽ. ഇനി കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജർ നമ്മുടെ സൈനാധിപൻ കൂടിയാണ്. താങ്ക് യു. അപ്പോ സൈന്യം തയ്യാറാണെങ്കിൽ യുദ്ധം തുടങ്ങാം അല്ലേ? എന്താ എല്ലാരും ഇവിടെ നിൽക്കുന്നേ? ഹോസ്പിറ്റലിൽ പോയിട്ട് സുകുമാരിയമ്മയും പ്രിയങ്ക ഇതുവരെയും കാണുന്നില്ലല്ലോ. അവരെ കാത്തു നിന്നതാ. ഹോസ്പിറ്റലിൽ അവരോടൊപ്പം പോയവർ ഇങ്ങോട്ട് തിരിച്ചു പോന്നതല്ലേ? ഗർഭിണിയാ?
അതാണ് ഏറ്റവും വലിയ പേടി. ഈശ്വരാ, ഒന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. ഉർവശി, അക്കാര്യത്തിൽ ഒരു തീരുമാനം കൂടി എടുത്തിട്ടാ എല്ലാവരും കാത്തു നിൽക്കുന്നത്. പ്രിയങ്കയുടെ വയറ്റിലുള്ള കുഞ്ഞ് വരുണിന്റെ ആണെന്ന് സുകുമാരി ആവർത്തിച്ച് പറയുകയാണല്ലോ. നമ്മളത് നിഷേധിക്കുന്നതിന് ഒരു പരിധിയില്ലേ? അതുകൊണ്ട് കുടുംബം ഒന്നിച്ചെടുത്ത ഒരു തീരുമാനം അത് അംഗീകരിക്കാവുന്നതാണ്. അച്ഛാ, സത്യമാണോ ഈ പറയുന്നേ? അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? അപ്പോ രാധികയോ? അച്ഛനും അമ്മയും മുത്തശ്ശി എന്നോട് സംസാരിച്ചു. ഈ കുടുംബത്തിന്റെ തീരുമാനം എന്തായാലും അതിനൊപ്പം നിൽക്കാനല്ലേ എനിക്ക് പറ്റൂ. ഞാൻ ആറ്റശ്ശേരിയിലേക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞു. അയ്യോ രാധികെ, അത് വല്ലാത്ത കഷ്ടമായല്ലോ. എന്തായാലും ആരെങ്കിലും ഒരാൾ കരേണ്ടി വരും. അതിപ്പോ ബോധമില്ലാത്ത പ്രിയങ്കയ്ക്ക് പകരം ബോധമുള്ള രാധികയാവട്ടെ. അച്ഛന്റെ തീരുമാനം നല്ലതെന്നാ ഞാൻ പറയുന്നേ. തനിക്കെന്ത് തോന്നുന്നു? ഞാൻ ഒരു അഭിപ്രായവും പറയുന്നില്ല. കുടുംബം എന്ത് തീരുമാനിക്കുന്നു, ഞാൻ അതിന്റെ കൂടെയുണ്ട്. അപ്പോ രാധിക എപ്പോഴാ ഇറങ്ങുന്നേ? അല്ല, മുത്തശ്ശിയും പ്രിയങ്കയും ഒന്ന് തിരിച്ചു വന്നോട്ടെ. ഏതൊക്കെ വഴിയിലൂടാണോ ഇയാൾ കൊണ്ടുവന്നേ? ഗർഭിണിയായ ഒരു കൊച്ചു പുറയിലിരിപ്പണെന്ന് ഞാൻ പറഞ്ഞതല്ലേ. തൊന്റെയൊക്കെ ഒരു കാര്യം. വാ മോളെ, പതുക്കെ പതുക്കെ.